നമസ്കാരം. അറിയാൻ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ ഒരു പ്രാദേശികമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ അത് വിദേശ വിപണികളിലേക്ക് വരെ പ്രാപ്തമാക്കിക്കൊണ്ട് ഏറ്റവും ഗംഭീരമായി ഇടപെടുന്ന ഒരുപാട് സംരംഭകരെ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇടപെടുന്ന ഒരുപാട് ബ്രാൻഡിനെ നമുക്കറിയാം. അപ്പൊ ഇന്ന് ഇപ്പം ഞാൻ വന്ന സമയത്ത് തന്നെ വളരെ സ്പെഷ്യലായിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയായിരുന്നു. കാരണം ചേമ്പിനെ വരെ പ്രോസസ്സ് ചെയ്ത് ഗംഭീരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് കൂടിയാണിത്. അപ്പൊ ദാ ഇവിടെ ഷെഫ് ഹൗസിന്റെ MD ആയിട്ടുള്ള മിസ്റ്റർ നൂറുദ്ദീൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് സംസാരിച്ചു നോക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് അറിയാം. അപ്പൊ ഇനി സാറാണ് പറയേണ്ടത്. ആദ്യം തന്നെ സ്വാഗതം നമ്മൾ പ്രോഗ്രാമിലേക്ക്. എന്തൊക്കെയാണ് ഇപ്പം പറഞ്ഞു, ഈ പ്രാദേശിക ഉൽപ്പന്നങ്ങളാണ്, ഫുഡ് ക്രോപ്സ് അല്ലേ? അപ്പൊ അതിലേക്കുള്ളൊരു യാത്ര, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഏരിയ എന്നൊക്കെയുള്ളൊരു തീരുമാനം എങ്ങനെയായിരുന്നു ആ ഒരു ജേണി? ഒന്നാമതായിട്ട് വീട്ടിൽ തന്നെ കുറെ കൃഷിയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയാണ്. ഫാദറിന് ബേസിക്കലി സൗദി അറേബ്യയിലെ ഫുഡിൻ്റെ ബിസിനസ്സാണ്, റെസ്റ്റോറൻറ്റും മറ്റൊക്കെ ആയിട്ടുള്ള ബിസിനസ്സുകളാണുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് അതിലേക്കുള്ള ഒരു എക്സ്പോഷർ ഉണ്ട്. പിന്നെ നാട്ടിൽ കൃഷിയും കാര്യങ്ങളും, ഫാദറിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതൽ ഈ കൃഷിയും അതുപോലെ കർഷകരെയൊക്കെ നന്നായിട്ട് അറിയാം, അവരുടെ പ്രശ്നങ്ങൾ അറിയാം. കാർഷിക രംഗത്ത് കൃഷിക്കാർക്ക് ഒരു ഉന്നമനം ഉണ്ടാവണമെങ്കിൽ പുതിയ വാല്യൂ അഡീഷൻ ഓപ്പർച്യൂണിറ്റീസ് വരണമെന്നറിയാം. അപ്പോൾ അതിനുള്ള പുതിയ മാർഗങ്ങൾ, പുതിയ വഴികൾ കൊണ്ടുവരിക, നമ്മുടെ നാട്ടിലെ ഓരോ ക്രോപ്പുകൾ ഉപയോഗിച്ച് ഹൈ വാല്യൂ ഉള്ള പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ഒരു കാഴ്ചപ്പാട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു സംരംഭത്തിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഒരു സോഷ്യൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി കൂടിയാണ് നിങ്ങളെ ഒരു കുടുംബ ബിസിനസ് എന്നൊക്കെ ഉള്ളതിൽ ഉപരി അങ്ങനെ ഒരു സോഷ്യൽ റെസ്പോൺസിബിൾ എയിം കൂടി ഇതിലുണ്ടോ? തീർച്ചയായിട്ടും. ഓക്കെ, ഇതിന്റെ ഷെഫ് ഹൗസിന്റെ ഒരു കോർ എന്ന് പറയുന്നത് ആ ഒരു സോഷ്യൽ കോൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയായിരുന്നു? ഇപ്പം സൗദി അറേബ്യയിലാണ് ബിസിനസ് എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇപ്പം ആളുകൾക്ക് സ്വന്തം നാട്ടിൽ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര കോൺഫിഡൻസ് ഇഷ്യൂ ഉണ്ട് അല്ലേ? പക്ഷെ പുറത്ത് എന്തും ചെയ്യും ആളുകൾ, പ്രത്യേകിച്ച് കേരളൈറ്റ്സ് എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പൊ ഇവിടെ തന്നെ സ്വന്തം നാട്ടില് ചക്കയും ചേമ്പും ഒക്കെ വെച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഒരു സ്റ്റാറ്റസ്, ഇതൊക്കെ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്ത് ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ, അല്ലെങ്കിൽ ഈ ഒരു ആളുകളുടെ സൊസൈറ്റിയുടെ ഒരു എക്സ്പെക്ടേഷൻസ് ഒക്കെ അല്ലേ? നമ്മളെ സ്റ്റാറ്റസ് എന്നൊക്കെ പറയുന്ന വലിയ എന്തോ ജോബാണ്, പക്ഷെ വളരെ അഭിമാനത്തോടാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം ഭയങ്കര യങ് ആയിട്ടുള്ള നിങ്ങളെ പോലുള്ള ആളുകൾ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരിക, എങ്ങനെയായിരുന്നു ആ ഒരു കോൺഫിഡൻസ് ഒക്കെ? അത് ഫ്യൂച്ചറിലുള്ള വിശ്വാസമാണ്. സ്റ്റാർട്ടിങ്ങിൽ ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. ആളുകളുടെ ഒരു ഇംപ്രഷൻ കുറവായിരിക്കും. പക്ഷെ ഫ്യൂച്ചറിൽ നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട്, നമ്മുടെ പ്രൊഡക്റ്റ് ക്യാപ്ചർ ചെയ്യുന്ന മാർക്കറ്റ് കൊണ്ട്, പ്രൊഡക്റ്റിനുണ്ടാവുന്ന ആക്സെപ്റ്റൻസ് കൊണ്ട് അതിനെ ഓവർകം ചെയ്യാം എന്നുള്ള കോൺഫിഡൻസ് ആയിരുന്നു. ഇപ്പൊ അത് തുടങ്ങിയതിൽ നിന്ന് ഒരു വർഷം കഴിയുമ്പോൾ എന്താണ് തോന്നുന്നത്? കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നല്ല മാർക്കറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. അതിലൂടെ ആ ഒരു തീരുമാനം ശരിയാണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഭയങ്കരമായിട്ടുള്ള കെമിക്കലാണല്ലോ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ബയോ അല്ലെങ്കിൽ ഏറ്റവും ജൈവപരമായിട്ടുള്ള ഇടപെടലിനൊക്കെ ആ തരത്തിലുള്ള ഒരു ആക്സെപ്റ്റൻസ് സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ആളുകൾക്കിടയിൽ. തീർച്ചയായിട്ടും ആളുകൾക്കിടയിൽ അവയർനെസ് വളരെ വളരെ ശക്തമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിക്കാനുള്ള ഒരു ഗ്രൗണ്ട് ആൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ അവിടെ നല്ല രീതിയിൽ കൂടുതൽ അവബോധം ക്രിയേറ്റ് ചെയ്ത് കൂടുതൽ ആ ഒരു ആളുകൾക്കിടയിൽ അവയർനെസ്സിന് പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഹെൽത്ത് സോഷ്യൽ റെസ്പോൺസിബിൾ ആണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി, സംസാരിച്ച് വന്നപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് കൂടിയാണ്. ഒബ്വിയസ്ലി സോഷ്യലി നമ്മൾ റെസ്പോൺസിബിൾ ആണെങ്കിൽ എന്തായാലും ഹാനികരമായിട്ടുള്ളൊരു സാധനം ഉണ്ടാവില്ല. എന്നാലും ഹെൽത്ത് ഫോക്കസ് ചെയ്യുന്ന ആളുകളോട് എന്താണ് നിങ്ങളുടെ ഒരു പ്ലസ് പോയിന്റ്സ് ആയിട്ട് പറയാനുള്ളത്? ഷെഫ് ഹൗസ് മുന്നോട്ട് വെക്കുന്ന ഒരു ഹെൽത്തി ഫുഡ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡൈവേഴ്സ് ആയിട്ട് കഴിക്കുക എന്നുള്ളതാണ്. പഴയ കാലത്ത് നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു പ്രത്യേകത, ഒരു നമ്മുടെ നാട്ടിലെ തീന്മേശ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രത്യേകത ഡൈവേഴ്സ് ആയിരുന്നു. ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ
ബൈ ക്രോപ്പ്, അതെ ക്രോപ്പ് വൈസ് ഡൈവേഴ്സ് ആയിരുന്നു. ഡിഫറെന്റ് ക്രോപ്പുകൾ സീസണൽ ആയിട്ട് മാറും. തീർച്ചയായും സീസണായിട്ട് മാറുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഇപ്പോ ചക്കയും കിഴങ്ങ് വർഗ്ഗങ്ങളും ചാമയും തിനയും അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് അതിലുണ്ടായിരുന്നു. അതൊക്കെ ഉപയോഗിച്ചുള്ള ഡിഫറെന്റ് ഫുഡ് ഐറ്റംസ് ആയിരുന്നു. പിന്നീട് കാലം അങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ കഴിഞ്ഞൊരു 30 വർഷമൊക്കെ ആയിട്ട് അത് ഡൈവേഴ്സിറ്റി ഇൻ ക്രോപ്പ് അതില്ലാണ്ടായി. ആളുകൾ ഒരു ലിമിറ്റഡ് ഇൻഗ്രീഡിയൻസ്, ലിമിറ്റഡ് ക്രോപ്പുകൾ മാത്രം കൂടുതലായിട്ട് കഴിക്കുന്ന സിറ്റുവേഷൻ വന്നു. ഇതാണ് ആക്ച്വലി ഇതുകൊണ്ടുണ്ടാവുന്ന ന്യൂട്രീഷണൽ ഇംബാലൻസ് ആണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്റെ മെയിൻ കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആളുകൾക്ക് കൂടുതൽ ക്രോപ്പുകൾ കഴിക്കാനുള്ള അവസരം ഉണ്ടാക്കുക, കൂടുതൽ ക്രോപ്പുകൾ ഈ ഒരു ഫുഡിന്റെ രംഗത്തേക്ക് കൊണ്ടുവരാം, പല ഡിഫറെന്റ് ക്രോപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവരാ എന്നുള്ളതും കൂടി ഈ ഒരു ഷെഫ് ഹൗസിന്റെ ഒരു മിഷന്റെ ഒരു ഗുണഫലമാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്തായാലും കുറച്ച് നാളത്തേക്കാണല്ലോ ഈ ഒരു പ്രിപ്പറേഷൻ വരുന്നത്. അപ്പം ആ ഏരിയയിൽ നോക്കുന്ന സമയത്ത് ഇപ്പോ എങ്ങനെയാണ് അത് എങ്ങനെയാണ് അതിന്റെ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ എങ്ങനെയായിരിക്കും? ഞങ്ങൾ പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ കുക്കീസും ചിപ്സുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഡ്രൈ ചെയ്യുക അങ്ങനെ എന്താണോ? ഇല്ല, അത് പിന്നെ R&Dയിലൂടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലൂടെ നമ്മൾ കണ്ടെത്തിയ പ്രോഡക്റ്റുകളാണ്. പ്രിസർവേറ്റീവ്സ് ഇല്ലാതെയാണ്, സീറോ പ്രിസർവേറ്റീവ്സ്, സീറോ ആഡഡ് കെമിക്കൽസ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ കുക്കീസ് ഐറ്റംസ് ഒക്കെ വരുന്നത്. മൈദ ഇല്ലാതെ മില്ലറ്റും മറ്റ് ഇൻഗ്രീഡിയന്റ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കുക്കീസ് ആണ് ഷെഫ് ഹൗസിന് വരുന്നത്. ഇപ്പം നമ്മൾ സൊസൈറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 50% പോപ്പുലേഷന് ഭയങ്കരമായിട്ടുള്ള ഹെൽത്ത് കോൺഷ്യസ് ആണ്, ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അവർ എല്ലാത്തിലും പിന്നെ ജിമ്മ് എല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ഇവര് 50 എന്ന് പറയുന്ന സമയത്ത് അതിപ്പം സമ്പന്നതയുമായിട്ടോ എങ്ങനെയാണ് അത് പിന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഇനീഷ്യലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് സമ്പന്നരുടെ ഒരു കോൺസെപ്റ്റ് പോലെയാണ് വന്നത്. പക്ഷെ ഇപ്പൊ സാധാരണക്കാരും അത് ഏറ്റെടുത്തിട്ടുണ്ട്. സാധാരണക്കാരും അതിനുവേണ്ടി എക്സ്ട്രാ സ്പെൻഡ് ചെയ്യാൻ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് ചേഞ്ച് ആണ്. തീർച്ചയായിട്ടും അതൊരു ഇറ്റ്സ് നോ മോർ എ ലക്ഷറി. ഒരു ഹെൽത്തി അല്ലെങ്കിൽ ഹൈജീൻ എന്നൊന്നും പറയുന്നത് ഒരു ലക്ഷറി അല്ല, ഒരു പ്ലസ് അല്ല, മീൻസ് ഒരു മിനിമം നോർമലായി ഒരു മിനിമൽ ലിവിംഗ് എന്നുള്ളതിന്റെ തന്നെ ആവശ്യമാണ് എന്നുള്ളത് ആയി മാറിയിട്ടുണ്ട്. അതാണ് ഇനി ആ ഒരു ട്രെൻഡ് അപ്വേർഡ് ആണ്. ഓൾ ഇന്ത്യ ബേസിസിൽ നോക്കുകയാണ്. കൂടുതൽ ആളുകൾ ആ ഒരു അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫുഡ് വേണം എന്നുള്ള കോൺസെപ്റ്റിലേക്ക്. അതാണ് ചെറുപ്പത്തിലൊക്കെ കഴിച്ചിരുന്ന സ്നാക്കുകള് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഇതിന് പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ നമ്മള് പറയില്ല എപ്പോഴും മുത്തശ്ശിമാര് എന്റെ ഉമ്മമ്മ ഉണ്ടാക്കി തന്ന അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അതിപ്പോ ഇല്ലാന്ന്, അങ്ങനെയൊക്കെ നമ്മള് നൊസ്റ്റാൾജിയ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങൾ ഇതുപോലെ ഡൈവേഴ്സ് ആയിട്ടാണ് കഴിച്ചിരുന്നത്. ഈ പറയുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു, അതിന്റെ ഞങ്ങളുടെ ഭക്ഷണത്തിന്റെ ഭാഗമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഇതൊക്കെ അവൈലബിൾ ആണ്, വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ പുതിയ ജനറേഷൻ ഒന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇല്ലാതെ വന്നു. അവര് കഴിക്കുമ്പോ വേറെ വെക്കണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് പിന്നെ അത് ഒഴിവാക്കി. ആരും കഴിക്കൂല എന്നുള്ളത്, അല്ലെങ്കിൽ വീട്ടിലെ പകുതി ആളുകൾ അത് കഴിക്കൂല എന്നുള്ളത് കൊണ്ട് പിന്നെ ഒഴിവാക്കിയത്. എന്നാലും ഇതുപോലെ റാഗി അതുപോലെ ആരോ റൂട്ട്, ഈ ചേമ്പും ചേനയും ഇതൊക്കെ ഇപ്പോഴും ഭക്ഷണത്തിന്റെ ഭാഗമാണ്. അത് നല്ല രീതിയിൽ ആ ഐറ്റംസ് ഒക്കെ ഏറ്റവും ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതും വീട്ടിൽ നിന്നുള്ള അറിവ് തന്നെയാണ്. വീട്ടിലതൊക്കെ റാഗിയും ഈ മൺപയറൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആണോ അല്ലെങ്കിൽ ഈവനിങ് ഫുഡാണ്, സ്നാക്കിംഗ് ഫുഡാണ് ഉപയോഗിച്ച് കൂടുതൽ ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ടാണ് സ്നാക്സിലേക്ക് വന്നത്. സ്നാക്സ് മാത്രമല്ല, ഏത് ഐറ്റവും അതിന്റെ പ്രിപ്പറേഷൻ ബെറ്റർ ആക്കി കഴിഞ്ഞാൽ, ഷെഫ് ഹൗസിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് അതാണ്. ഈ ഡൈവേഴ്സ് ആയിട്ടുള്ള ഐറ്റംസ് അത് ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ടേസ്റ്റിയാണ്. ഇപ്പൊ നമ്മള് ടേസ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രം സാർവത്രികമായിട്ട് കഴിക്കുന്ന ഈ നേരത്തെ പറഞ്ഞ ന്യൂട്രീഷണൽ ഇൻബാലൻസ് ഉണ്ടായിട്ടും കഴിക്കുന്ന ഐറ്റംസ് പോലെ തന്നെ ടേസ്റ്റി ആക്കാൻ പറ്റും ഈ പറയുന്ന ഈ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ്. ഇതാണ് ആ ഒരു കോൺഫിഡൻസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മള് ഒരു പോയ ഒരു ജനറേഷൻസിൽ നിന്നൊക്കെ മാറി ഇപ്പൊ ജെൻസിക്കും ആൽഫയ്ക്കും ഒക്കെ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത്. ജെൻസിനെ കൊണ്ടും ചേമ്പ് കഴിപ്പിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതിൽ എത്രത്തോളം മിഷൻ പോസിബിൾ ആണ്, അല്ലെങ്കിൽ എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പോ ടാരോയുടെ ചേമ്പിന്റെ ചിപ്സ്
നല്ല രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഞങ്ങൾ ചെയ്യുന്നത് ആ പ്രൊഡക്റ്റിലേക്ക്, ടാരോയുടെ ചിപ്സിലേക്ക് മോഡേൺ ഫ്ലേവേഴ്സ് കൊണ്ടുവരുന്നു. എന്തൊക്കെയാ ഫ്ലേവേഴ്സ് ഉള്ളത്? ചീസ് ഫ്ലേവർ, അതുപോലെ ടൊമാറ്റോ ഫ്ലേവർ, ക്രീം ആൻഡ് ഓണിയൻ ഫ്ലേവർ, ഇതൊക്കെ പൊതുവെ പുതിയ ജനറേഷൻ ഇഷ്ടമുള്ള ഫ്ലേവറുകളാണ്. അത് ആ പഴയ ഫുഡിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. മാച്ച് ആണോ അത്? മാച്ച് ആവുന്നുണ്ട്. കുറെ പുതിയ ഫ്ലേവേഴ്സ് എടുത്ത് പഠിക്കുമ്പോൾ ചിലത് അതിലേക്ക് സൂട്ട് ആവും, ബ്ലെൻഡ് ആവും. അല്ലെങ്കിൽ അതിന് കൂടുതൽ മറ്റെന്തെങ്കിലും കോമ്പിനേഷനിൽ അത് സ്യൂട്ടബിൾ ആക്കി എടുക്കുന്നു. അങ്ങനെ കൊണ്ടുവരും. ടേസ്റ്റി ആക്കി എടുക്കുക എന്നുള്ളത് വലിയൊരു പ്രോസസ്സാണ്. അപ്പൊ ഇതിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണോ അക്കാദമിക്കലി പഠിച്ചതൊക്കെ? അതിന്റെ ഒരു ഏരിയ ഞാൻ ബേസിക്കലി MBA പ്രൊഡക്ഷൻ മാനേജ്മെന്റ് ആണ് ചെയ്തത്. ഒരു പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ചെയിൻ എന്നുള്ളത് എൻ്റെ ഒരു പാഷനാണ്. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല, വൈഫും ബിസിനസിന്റെ പാർട്ടാണ്. അപ്പൊ ആളുടെ ഏരിയ എന്താണ്? ഫാർമസിസ്റ്റ് ആണ്. ഈ ഫുഡിന്റെ ഇന്നോവേഷനിൽ പാഷനേറ്റ് ആണ്. R&D പുതിയ പ്രൊഡക്റ്റുകൾ കണ്ടെത്തുന്നതിന്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത് വൈഫാണ്, ഫസ്മിനാണ്. അപ്പൊ ഫാമിലിന്റെ സപ്പോർട്ടും നന്നായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫാമിലിന്റെ സപ്പോർട്ട്, ഫാമിലി ഇതിന്റെ ഭാഗമാണ്. ആ രീതിയിലുള്ള. അപ്പൊ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിഞ്ഞിട്ടുള്ളത്. ഇപ്പൊ മില്ലറ്റ്, ചേമ്പ്, ഇതൊക്കെ വളരെ ഫ്ലേവർ ഉള്ള, ഇഷ്ടപ്പെടുന്ന ഈ ഒരു ജൻസിക്കാർക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് അറിയാനില് കാണും വരേക്കും ഈ ഗംഭീരമായിട്ടുള്ള എപ്പിസോഡ് നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ബൈ.